ഹലോ ഗെയ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ്. അപ്പോൾ ഗെയ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് Z59 അൾട്ര എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ഈ ഒരു സ്മാർട്ട് വാച്ച് വന്നിട്ടുള്ളത് RD Fit എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് വാച്ചാണ്. RD Fit എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ ഒരു സ്മാർട്ട് വാച്ച് ഡൗൺലോഡ് ആക്കേണ്ടത്. അതുപോലെ NFC, അതേപോലെ പ്രത്യേക തരത്തിലുള്ള പ്രൊസസ്സർ, 128 RAM, അതേപോലെ തന്നെ ഒരുപാട് സ്പോർട്സ് ഫീച്ചേഴ്സ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു സ്മാർട്ട് വാച്ചിൽ അവൈലബിൾ ആണ്. ഇതൊരു അൾട്രാ മോഡൽ സ്മാർട്ട് വാച്ചാണ്. നമുക്ക് ആൻഡ്രോയിഡിൽ ആപ്പ് സ്റ്റോറിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ബ്ലാക്ക് കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ Z59 അൾട്ര എന്ന് പറയുന്ന ഈ ഒരു മോഡൽ പണ്ടേ വന്ന മോഡലാണ്. ഇതെന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചാണ്. ബഡ്ജറ്റ് റേഞ്ചിൽ ആപ്പിൾ വാച്ചിൻ്റെ സെയിം ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണിത്. അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വാച്ച് ബ്ലാക്ക് കളർ സ്ട്രാപ്പ് ഇട്ടിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഓഷ്യൻ ലൂപ്പ് സ്ട്രാപ്സ് ലഭിക്കുന്നതല്ല. ഇതേപോലത്തെ നോർമൽ സിലിക്കൺ സ്ട്രാപ്സ് ആയിരിക്കും ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വയർലെസ് ചാർജിങ് കേബിൾ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള കേബിളൊക്കെ കിട്ടിയിട്ടുള്ള വയർലെസ് ചാർജിങ് കേബിൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള സംഭവം തന്നെയാണ്. അപ്പോൾ കേസിന് നമുക്ക് ഈ ഒരു വാച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓഷ്യൻ ലൂപ്പ് സ്ട്രാപ്പ് ഇതിൻ്റെ കൂടെ ലഭ്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ കൊടുത്ത് ഓഷ്യൻ ലൂപ്പ് സ്ട്രാപ്പ് വാങ്ങിച്ചാൽ ഒരു ആപ്പിൾ വാച്ചിൻ്റെ ലുക്ക് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ഇതിൻ്റെ സൈസ് ബോക്സിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് 49mm എന്നാണ്. പക്ഷേ ഈ ഒരു വാച്ച് ശരിക്കും വന്നിട്ടുള്ളത് 45mm വന്നിട്ടുള്ളത്. അപ്പോൾ അതും ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ 45mm ആണ് വാച്ചിൻ്റെ സെയിം സൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഹെല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഓൺ ആവുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ലാംഗ്വേജസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വാച്ച് നമുക്ക് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ വാച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നല്ല ബ്രൈറ്റ്നെസ് ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഒരുപാട് വാച്ച് ഫേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വാച്ച് ഫേസ് ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ ഒരുപാടധികം വാച്ച് ഫേസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഫുള്ള് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ നിന്ന് വാച്ച് ഫേസ് ഡൗൺലോഡ് ചെയ്യാം. ഒരുപാട് വാച്ച് ഫേസ് ഉണ്ട്. പിന്നെ ഈ സൈഡിലുള്ള ലോക്ക് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡയൽ ലോക്ക് ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രൗൺ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ഫേസ് ചേഞ്ച് ആവില്ല. അപ്പോൾ നമുക്ക് താഴെ മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബ്ലൂടൂത്ത്, അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് കൺട്രോളിങ്, സെറ്റിങ്സ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, അതേപോലെ ആലിപേ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആലിപേ മൊബൈലായിട്ട് കണക്ട് ചെയ്യണമെന്ന് കാണിക്കുന്നത്. അതുപോലെ NFC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ NFC നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ QR കോഡ് ആഡ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ, സോഷ്യൽ മീഡിയ QR കോഡ്, മറ്റേത് നമ്മൾ ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്യാനുള്ള QR കോഡ്, അതേപോലെ ഇത് നമ്മൾ ഷോർട്ട് വീഡിയോ കൺട്രോൾ, ഇപ്പോൾ സ്ലീപ്പ് മോണിറ്ററിങ്, ഇതൊക്കെയാണ് കൺട്രോൾ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ളത്. മുകളിൽ നിന്ന് താഴോട്ടേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു റീസെൻറ്റ് ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുത്ത ആപ്ലിക്കേഷൻസൊക്കെ ഇതിൽ കാണാൻ സാധിക്കും. നമുക്ക് ഇതേപോലെ ക്ലോസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ക്രൗൺ ക്ലിക്ക് ചെയ്താണ് ഇതാണ് ഇതിൻ്റെ മെനു സ്റ്റൈലും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണുന്ന പോലെ തന്നെ ആ മെനു സ്റ്റൈലിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ തന്നെ അടിപൊളിയാണ്. ആപ്പിൾ വാച്ചിൻ്റെ ഒരു തരത്തിലുള്ള ഒരു വാച്ച് ഫേസ് ഒരു വാച്ച് ഇത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അടിപൊളിയായിട്ടുള്ള സ്മൂത്ത് വർക്കിംഗ് ആണ്. ഈ പ്രൈസ് റേഞ്ചിൽ അടിപൊളിയാണ്. സ്മൂത്തായിട്ടുള്ള ഇതാണ് കൊടുത്തിട്ടുള്ളത്, ഡയലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ ഫീച്ചേഴ്സായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ നോർമൽ വാച്ചിൽ കാണുന്ന എല്ലാ തരം ഫീച്ചേഴ്സും ഉണ്ട്. ഒരു ഫീച്ചേഴ്സ് ഒഴിച്ചുകൂടാതെ എല്ലാ ഫീച്ചറും ഉണ്ട്. അതിൽ ബ്രീത്ത് എക്സസൈസ് അടക്കം ഇതിൽ ലഭ്യമാണ്. ടച്ച് സെൻസർ, SpO2 സെൻസർ, ബോഡി ടെമ്പറേച്ചർ സെൻസർ, അതുപോലെ BP സെൻസർ, അങ്ങനെ എല്ലാ തരത്തിലുള്ള സെൻസറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോപ്പ് വാച്ച്, അലാറം, കൗണ്ട് ഡൗണ്, കാൽക്കുലേറ്റർ, ഈ വക ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ പറയാനാണെങ്കിൽ നമ്മുടെ എല്ലാ വാച്ചിലും എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും എന്ന് പറഞ്ഞ ഫീച്ചറൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. 1, 2, 3, 4, 5, 6, 7, 8, 9 ഇൻബിൽഡ് മെനു സ്റ്റൈൽസ് ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ക്രൗണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ മാറ്റി കാണിച്ചു തരാം. ഇതേപോലെ 9 മെനു സ്റ്റൈൽസ് നിങ്ങൾക്ക് ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെനു സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ വാച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 9 മെനു സ്റ്റൈലും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള മെനു സ്റ്റൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം അടിപൊളിയായിട്ടുള്ള മെനു സ്റ്റൈലാണ്. അപ്പോൾ ഗേസ്, നിങ്ങൾ വാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ഓറഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ മെയിൻ ഈ ഒരു വാച്ച് സ്പോർട്സ് വാച്ചാണ്. ഇതിൽക്കൂടെ കാണുന്ന പോലെ ഒരുപാട് സ്പോർട്സ് മോഡ്സ് ഈ ഒരു വാച്ചിൽ കൊടുത്തിട്ടുണ്ട് കമ്പനി. നമ്മളെല്ലാ വാച്ചിനും വ്യത്യസ്തമായിട്ട് ഒരുപാട് സ്പോർട്സ് മോഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആദ്യം തന്നെ കാണുന്ന സോളിഡ് ടൈം മോഡ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ എത്ര സെക്കൻഡ്സ് വരെ ഓണായി നിൽക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു കീ ഇത് വന്നിട്ടുള്ളത്, അതായത് ഈ കീ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ക്രൗൺ ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിലേക്ക് മൂവ് ആവുന്നൊരു ഫീച്ചറാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അവിടെ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. സെറ്റിങ്സ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് നമുക്ക് അടിയിലുള്ള ഫീച്ചേഴ്സൊക്കെ നോക്കാം. പിന്നെ ഇതിൽ നമുക്ക് പാസ്വേഡ് എന്ന് പറഞ്ഞ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു വാച്ച് പാസ്വേഡ് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ അബൌട്ട് വന്നിട്ടുള്ളത്. നോർമൽ സെറ്റിങ്സിൽ കാണുന്ന എല്ലാ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രൗൺ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റിലേക്ക് പോകും. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണുന്ന പോലെ തന്നെ സെറ്റിങ്സിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മാറ്റുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ SPO2 കൊടുക്കുകയാണ്. ഓക്കെ, SPO2 കൊടുക്കുകയാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ SPO2ലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. SPO2 സെൻസറിലേക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഗൈസ് ഈ ഒരു വാച്ചിനെ കുറിച്ചുള്ള എല്ലാ ഫീച്ചേഴ്സുമായിട്ട് പറയാനുള്ളത്. നമുക്ക് വാച്ച് ഒന്ന് കൈക്ക് കെട്ടി വെക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണുന്ന പോലെ തന്നെ നല്ല ഫിറ്റ് ആയിട്ടുള്ള വാച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ട്രാപ്പ് ഓഷ്യൻ ലൂപ്പ് നിങ്ങൾക്ക് ഇതിന് സെറ്റ് ചെയ്യാവുന്നതാണ്. എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് ഓഷ്യൻ ലൂപ്പ് സ്ട്രാപ്പ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വേക്കപ്പ് ഗസ്റ്റൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കൈ തിരിക്കുമ്പോൾ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അടിപൊളിയാണ്. ഫുൾ ലൈവ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് RD ഫിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനായിട്ടാണ് ഈ ഒരു വാച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടത്. ഈ RD ഫിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാച്ചായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു വാച്ചിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് 1899 രൂപയാണ്. അപ്പോൾ ഈ 1899 രൂപ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കിടിലൻ വാച്ചാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഗേസ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഗേസ് ഈ ഒരു വാച്ച് പർച്ചേസ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാം. ഓൾ കേരള ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. ഗേസ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഗേസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇതിലും നല്ല വീഡിയോ വീണ്ടും കാണാതിരിക്കും. ബൈ ബൈ.